ആനന്ദ് കൊച്ചുകൂടി ഇതിനകത്ത് ഒരു അന്വേഷണവുമില്ല, ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നയാളെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷെ പാർട്ടിയുടെ മുമ്പിൽ വരുന്ന പാർട്ടി റിലേറ്റഡ് സംഗതികൾ അന്വേഷിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അത് അന്വേഷിക്കാതെ പോകാൻ കഴിയില്ല എന്ന ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടുള്ള, സമ്മർദ്ദം മനസ്സിലാക്കിക്കൊണ്ടുള്ള പാർട്ടിയുടെ ഒരു ശരിയായ നിലപാടാണോ, അതോ അൻവറിൻ്റെ ഇഷ്യൂവിനെ ടാക്കിൾ ചെയ്യാനുള്ള കേവലമായ വാചകങ്ങൾ മാത്രമാണോ? പിണറായി വിജയൻ അപ്പുറം പോകാനുള്ള ശേഷി ആ പാർട്ടിക്കില്ലേ ഇപ്പോൾ? അല്ല, പാർട്ടി ഇപ്പോൾ വലിയ ധർമ്മസങ്കടത്തിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിഷാദ്, ഈ CPM എന്ന പാർട്ടിക്ക് ഓരോ സമ്മേളന കാലഘട്ടത്തിലും അല്ലെങ്കിൽ എല്ലാ 3 വർഷവും അവർ പറയാറുണ്ട്, അവർ പുറത്ത് പറയാറുണ്ട് അവരുടെ അംഗസംഖ്യയെക്കുറിച്ച്. അപ്പോൾ പണ്ടൊക്കെ 80കൾ 90കൾ ഈ 3 ലക്ഷത്തിൽ നിന്ന് 5-5.5 ലക്ഷം സഖാക്കൾ CPMൻ്റെ അംഗങ്ങൾ മെമ്പർമാരായിട്ടുണ്ട്. ഇപ്പോൾ ദേശാഭിമാനിയുടെയൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ, അവർക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 10 ലക്ഷം വരെയൊക്കെ അവർ വ്യാജമായിട്ടാണെങ്കിലും പറയാറുണ്ട്. അപ്പോൾ ഈ 5.5 ലക്ഷം എന്ന് തന്നെ കൂട്ടുക CPMന് ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു കണക്ക് പ്രകാരം അതിൽ 3 ലക്ഷത്തിൽ പരം സഖാക്കൾ CPMൻ്റെ അംഗത്വം എടുത്തത് 2015 ശേഷമാണ്. 2016 പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഈ അധികാരത്തിൻ്റെ ശീതള ഛായയിൽ ഇവരെല്ലാവരും ഈ പാർട്ടിയിൽ ചേരുന്നത്, ഇതെല്ലാം ഇവരുടെ ഇടത് ബോധ്യത്തിൻ്റെയോ ഇവരുടെ മതേതരത്വത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ CPM എന്ന പാർട്ടിയുമായിട്ട് എന്തെങ്കിലും കുടുംബപരമായിട്ടോ അല്ലാതെയോ എന്തെങ്കിലും ബന്ധമുള്ളതിൻ്റെയോ പേരിൽ ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല. ഇവരൊക്കെ ഓരോ ബന്ധു നിയമനത്തിൻ്റെയും അല്ലെങ്കിൽ നാട്ടിൽ ഒരു സഖാവാണെങ്കിൽ കിട്ടുന്ന പ്രിവിലേജുകളും ഒക്കെ വെച്ചാണ് പലരും ഇതിൻ്റെ അകത്ത് ചേർന്നിരിക്കുന്നത്. അവരെല്ലാം ഇപ്പോൾ CPM എന്ന പാർട്ടിയുടെ തന്നെ അടിത്തറ എങ്ങനെയാണ് ചോർന്നത്? ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ 1/3 വോട്ട് മാത്രമായി ചുരുങ്ങിയത് എങ്ങനെയാണ്? ഇപ്പം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ തന്നെ CPM അവർക്ക് ഈ ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ മറ്റ് പല ജില്ലകളിലും എങ്ങനെയാണ് വോട്ട് ചോർന്നതെന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അൻവർ ഈ വെടിപൊട്ടിക്കുന്നതും VD സതീശൻ ഈ ADGP അനിൽകുമാർ, അജിത് കുമാർ, ദത്താത്രേയെ കണ്ട കാര്യം പുറത്തു വരുന്നതും. ഇത് കൂടാതെ നമ്മൾ ഈ RSSൻ്റെ ഒരു സ്ട്രാറ്റജി നമ്മൾ കാണണം. ഇവിടെ അത് UDF ഭരിക്കുമ്പോഴായാലും LDF ഭരിക്കുമ്പോഴായാലും അവരെ ഇവിടെയുള്ള പോലീസുകാരുമായിട്ടും ഇവിടെയുള്ള ജഡ്ജിമാരായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ ഓരോ ജഡ്ജിമാരും പോലീസ് സീനിയർ ഉദ്യോഗസ്ഥരും ഇവരൊക്കെ അവർ വിരമിച്ചതിന് ശേഷം നേരെ പോയി RSSലും BJPയിലും ഒക്കെ ചേരുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവരെല്ലാം ഓരോ കീ പൊസിഷനിൽ എത്തുമ്പോൾ തന്നെ BJP RSS ഇവരുമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധം സ്ഥാപിക്കും. ഇതുപോലെ ഓരോരോ കണക്ഷനുകൾ ഉണ്ടാക്കും. അങ്ങനെ അവർക്ക് വേണ്ട രീതിയിൽ ഇവരെ അവരുടെ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തും. അത് ചിലപ്പോൾ അത് പൂർണ്ണമായി വിജയിക്കില്ല, ചിലപ്പോൾ അത് പകുതിയായിരിക്കും വിജയിക്കുന്നത്. പക്ഷേ അവരുടെ അജണ്ടയിൽ ഇവരെല്ലാം വീഴ്ത്തുക. ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങളെ എപ്പോഴും CPMൻ്റെ സൈബർ സഖാക്കളും മുഖ്യമന്ത്രിയും CPMൻ്റെ പ്രമുഖ നേതാക്കളും എല്ലാം ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറ്റപ്പെടുത്താറുണ്ട്. അത് ചാനലുകളാകട്ടെ പത്രങ്ങളാകട്ടെ ഇവരെല്ലാം കുറ്റപ്പെടുത്താറുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ എന്നാണ് പറയാറ് തന്നെ. ദേശാഭിമാനി ഒഴിച്ച് എല്ലാം വലതുപക്ഷ മാധ്യമങ്ങളാണ് എന്നാണ് ഇവരുടെ ഒരു ശൈലി. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില പ്രത്യേക യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും, പണ്ട് കൗമുദി ഒക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അവരെല്ലാം കൗമുദിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വടയാർ സുനിലാണ് ഇപ്പോൾ നേരെ സംഘി പാളയത്തിൽ പോയി ABC മലയാളം എന്ന ചാനലിൽ കൂടി വർഗീയ വിഷം വമിപ്പിക്കുന്നത്. മഞ്ഞ പത്രക്കാരനായ ഷാജൻ സ്കറിയയുടെ അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ ഈ ക്യാപ്ഷൻ മാത്രം നോക്കിയാണ് നമ്മുടെ നാട്ടിൽ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് CPM ഈ കാലഹരണപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇവിടെ മനോരമയാണ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു മുഖ്യധാര മാധ്യമമാണ്, മാതൃഭൂമിയാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നത്. അവരുടെ അടിത്തറ അവർക്ക് നഷ്ടമാകുന്നത് അവരറിയുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന ഒറ്റ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവർക്ക് എത്ര നാൾ അല്ലെങ്കിൽ അവർ എത്രമാത്രം അവരുടെ പാർട്ടി കേരളത്തിൽ ഇല്ലായ്മയാകും? അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്ലോസറ്റിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം കബോർഡിലുള്ള അസ്ഥി പഞ്ചരങ്ങളെ
വെളുപ്പിക്കാൻ അല്ലെങ്കിൽ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ മകൾ മാസപ്പടി വാങ്ങിക്കുന്നത് കേസിൽ പെടാതിരിക്കാൻ വേണ്ടി, അദ്ദേഹം ലൈഫ് മിഷൻ ചെയർമാൻ ആയിരിക്കുന്നത് കൊണ്ട് ആ കേസിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി, CPM എന്ന പാർട്ടി ഈ തൃശ്ശൂർ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേസിൽ അവരുടെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ പാർട്ടി എവിടെ വരെ ഈ പിണറായി വിജയന്റെ കീഴിൽ ഈ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും? ഈ അടുത്ത തവണ അധികാരത്തിൽ നിന്നൊന്ന് പുറത്തു പോയാൽ ബംഗാളിലെ അവസ്ഥ ഇവിടെ കേരളത്തിൽ CPM വരുമോ എന്ന് ഓരോ സഖാക്കളും ചോദിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. അതായത് യഥാർത്ഥ സഖാക്കൾ, അല്ലാതെ 2016 ശേഷം ചേർന്ന ഈ നവ സഖാക്കളല്ല. ശരിക്കും ഈ CPM എന്ന പാർട്ടിയെ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തെ മതേതരത്വത്തിന്റെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ടല്ലോ. എന്തിനാണ് അൻവർ ഈ സമയത്ത് ഇതുമായി പുറപ്പെട്ടിരിക്കുന്നത്? ഇത് സമ്മേളനത്തെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ. സമ്മേളനത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള വിഷയം എന്ന് വെച്ചാൽ സർക്കാരിനെയും സർക്കാരിന്റെ നേതാക്കളെയും പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള ഒരു സമ്മേളന വിഷയമായിട്ട് ഇത് പരുവപ്പെടുവോ? അതിനകത്ത് അങ്ങനെയുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള സാധ്യതകളിലേക്ക് വികസിക്കുന്ന ഒന്നുമായിരിക്കും. അതോ അങ്ങനെ പ്രതീക്ഷിക്കാനും മാത്രമൊന്നും ഇല്ലേ ഇത്? അല്ല, അങ്ങനെ സാധ്യതകളൊക്കെ ഉണ്ടാകും. പക്ഷെ അപ്പോഴും ഈ സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ തന്നെ ഇവരെല്ലാം വെട്ടിനിർത്താനാണ് സാധ്യത. അത് P ജയരാജനാണെങ്കിലും. അല്ലാതെ പിണറായി വിജയനെ പ്രത്യേകിച്ചും RSSന്റെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അതെൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ അതെൻ്റെ തെറ്റിദ്ധാരണയാണ്, പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇവിടെ കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ പിന്തുണ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഈ പർജ് നടത്താൻ അദ്ദേഹത്തിന് പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ എല്ലാം പുറത്താക്കാൻ അദ്ദേഹത്തിന് ഈ 2026 വരെ വീണ്ടും ഞാൻ കുറച്ച് കടത്തിയുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ്. ആനന്ദ് കൊച്ചുകൂടി, അങ്ങനെയാണെങ്കിൽ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.